ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഈശോ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന്, നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൻ്റെ രത്നച്ചുരുക്കമാണ് നിയമവും പ്രവാചകന്മാരും. പഞ്ചഗ്രന്ഥികളെ നിയമം വരുന്നു, പിന്നീട് പ്രവാചകന്മാർ വരുന്നു. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനവും അവിടെ തന്നെയാണ്. ഈശോ ഈ നിയമത്തെയും പ്രവാചകന്മാരെയും ഇപ്രകാരമാണ് ഈശോ പുതിയ നിയമത്തിൽ എടുത്തു കാണിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവർ നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്നോ, അതേ രീതിയിൽ നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുക, മറ്റുള്ളവർക്ക് ചെയ്ത് കാണിക്കുക. അവിടെ നീ നിയമത്തെയും പ്രവാചകന്മാരെയും നിൻ്റെ നിയമത്തിൽ, നിൻ്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുകയാണ്. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹവും കാരുണ്യവും, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക ചൈതന്യങ്ങൾ, അവിടെ നിയമവും പ്രവാചകന്മാരും എല്ലാം പൂർത്തീകരിക്കപ്പെടും. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയാ ഈശോയെ. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സ്നേഹത്തിൻ്റെ വക്താവാകുവാൻ, കാരുണ്യത്തിൻ്റെ വക്താവാകുവാൻ, നിന്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട കൃപകൾ, നന്മകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.